നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നൊരു കഥ ഒരു ചെറിയ പെൺകുട്ടിയുടെ സന്മനോഭാവത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു കഥയാണ്. കഥ ഇതാണ്: ചെറിയവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാനാവും എന്ന് തെളിയിക്കുന്ന ഒരു സംഭവകഥ. ഹാത്തിയുടെ കഥയാണ്. ഫിലാഡൽഫിയയിലായിരുന്നു ഹാത്തി എന്ന കൊച്ചു പെൺകുട്ടിയുടെ വീട്. ഹാത്തിയും കൂട്ടുകാരും പള്ളിയിലെ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ചേരാൻ ചെന്നു. പക്ഷേ പള്ളി വളരെ ചെറിയതായിരുന്നു. ഉള്ള സ്ഥലത്ത് വേറെ കുട്ടികളെ പഠിപ്പിക്കുന്നു. ഹാത്തിക്കും കൂട്ടുകാർക്കും പഠിക്കാൻ പറ്റിയില്ല. ഇത് ഹാത്തിയെ സങ്കടപ്പെടുത്തി. അവളൊരു തീരുമാനമെടുത്തു. കിട്ടുന്ന പണം മുഴുവൻ അതിനായി സൂക്ഷിച്ചു. ആ പണം കൊണ്ട് എല്ലാ ചങ്ങാതിമാർക്കും ഇരുന്ന് പഠിക്കാൻ ഒരു ക്ലാസ് മുറി പണിയണം. ഹാത്തി സമ്പാദ്യം തുടങ്ങി. എന്നാൽ വൈകാതെ ഏതോ കഠിന രോഗം വന്ന് ഹാത്തി മരിച്ചു. ഹാത്തിയുടെ തലയിണക്കീഴിൽ നിന്ന് 100-ൽ താഴെ രൂപ ഒരു കുറിപ്പും ആ വീട്ടുകാർക്ക് ലഭിച്ചു. പള്ളിയോട് ചേർന്ന് ക്ലാസ് റൂം പണിയാനാണ് താനിത് സൂക്ഷിക്കുന്നതെന്ന് ആ കുറിപ്പിലുണ്ടായിരുന്നു. ശവസംസ്കാര വേളയിൽ വൈദികൻ ആ കൊച്ചുകുട്ടിയുടെ നല്ല മനസ്സിനെ പുകഴ്ത്തി. പത്രങ്ങൾ ആ വാർത്ത വളരെ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. വാർത്ത വായിച്ച നല്ലവരായ ആളുകളിൽ നിന്ന് സംഭാവന പ്രവഹിച്ചു. ആകെ കിട്ടിയ തുക 1 കോടി രൂപയിലധികമായിരുന്നു. ആ പണം കൊണ്ട് പുതിയൊരു ദേവാലയവും ആശുപത്രിയും അതുപോലെ പഠിക്കുന്നതിന് വേണ്ടുന്ന ക്ലാസ് മുറികളുമൊക്കെ പണിയാൻ പള്ളി അധികൃതർ തുടങ്ങി. അവർ അത് പൂർത്തീകരിക്കുകയും ചെയ്തു. അവർ കൃതജ്ഞതാപൂർവം ഹാത്തിയുടെ ചിത്രം ആ ദേവാലയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരു കൊച്ചു പെൺകുട്ടിയുടെ ദൈവത്തോടുള്ള അതിയായ സ്നേഹം, വേദപാഠങ്ങൾ പഠിക്കുക എന്നുള്ള അതിയായ ആഗ്രഹം, അവളുടെ നിശ്ചയദാർഢ്യം അത് വെളിവാക്കുന്നതാണ് ഈ കഥ. ഈ കഥ ഇത്രമാത്രം. നന്ദി, നമസ്കാരം.